ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് അച്ചാർ പൊടി ഉപയോഗിച്ച് ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 2 ബീട്രൂട്ട് വലുതെടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നീളനെയാണ് ഇവിടെ അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. പരമാവധി കനം കുറച്ച് അരിയാം. എന്നിട്ടൊരു പാനിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കുക. അതേസമയം ഇതൊന്ന് പകുതിയോളം നമ്മൾ ബീട്രൂട്ട് സോഫ്റ്റായിട്ടൊന്ന് കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തൊരു പാനിൽ നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലെണ്ണ തന്നെ അച്ചാർ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയം 1 ടേബിൾ ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അതൊന്ന് മൊരിഞ്ഞ് വരുന്ന വരെ ചെറിയ തീയിൽ വെച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു ബ്രൗൺ നിറായി വരുന്ന വരെ വഴറ്റിയെടുക്കാം. ആ സമയം തന്നെ നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക. അച്ചാർ പൊടി, ഓരോ അച്ചാർ പൊടിക്കും എരിവിന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അച്ചാർ പൊടിക്ക് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അച്ചാർ പൊടി ഇടുന്ന സമയമായാലും മുളക് പൊടി ഇടുന്ന സമയമായാലും തീ ഒന്ന് വളരെ കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കലും നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കലൊക്കെ ഒപ്പം തന്നെയാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അച്ചാറിൽ എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്പം മുന്നിട്ടിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതായിരിക്കുമ്പോൾ നമ്മളെ അച്ചാർ കേടുകൂടാതെ ഇരിക്കും. പിന്നെ അച്ചാർ ഇരിക്കുമ്പോൾ ഒരിത്തിരി ഉപ്പ് കുറവാകാനും സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ഈ അച്ചാർ പൊടിയിൽ കിടന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് നന്നായി ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട, എന്നാലും ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി ഏകദേശം നമുക്ക് തീ ഓഫ് ചെയ്യാനായിക്കണം. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ ടീസ്പൂൺ വിനാഗിരി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്യണേ. ഈ വിനാഗിരി തിളച്ച് കൊടുക്കണേ. ഇനി അതല്ലെങ്കിൽ ഈ വിനാഗിരി കംപ്ലീറ്റ് വറ്റിപ്പോകും. അപ്പോൾ പുളി ഒരുപാടാവും. ഇനി ബാക്കി നമുക്ക് എത്രയാണോ ബീട്രൂട്ടിലേക്ക് ആവശ്യമുള്ള വിനാഗിരിയും കൂടെ തീ ഓഫ് ചെയ്ത് ഒന്ന് പകുതിയോളം ചൂടാറിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ചൂടാറിയാൽ കുപ്പിയിൽ ഒഴിച്ച് നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് ഉപയോഗിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റുള്ള, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് നമ്മൾ ബീട്രൂട്ട് അച്ചാർ. ഉലുവയോ കായോ ഒന്നും വറുത്ത് പൊടിക്കാനോ ഒന്നും ഇപ്പം നിന്നിട്ടില്ല. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.